ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നതിനായി തൃശ്ശൂർ അതിരൂപത സഹായ മെത്രാൻ ടോണി നീരങ്കാവിൽ പിതാവ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. പിതാവെ, നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ വന്നു. എല്ലാവരും ദേഹവിയോഗത്തിൽ, പാപ്പയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരാണ്. പിതാവ് എങ്ങനെയാണ്, പിതാവിൻ്റെ ഓർമ്മകൾ, പാപ്പയുമായിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ കാലഘട്ടത്തിൽ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിതാവിനോട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം എനിക്കെപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാന് ബിഷപ്പായതിനു ശേഷം ആദ്യം പരിശുദ്ധ പിതാവിനെ കാണാൻ ചെന്നപ്പോൾ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തല കുമ്പിടുകയും പരിശുദ്ധ പിതാവിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എന്നോട് പരിശുദ്ധ പിതാവ് പറഞ്ഞത് പ്രേ പ്രേ ഓൾവേസ് പ്രേ എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു പരിശുദ്ധ പിതാവിന്റെ തന്നെ ഒരു ജീവിതത്തിന്റെ ഒരു പ്രകടനമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മേൽപ്പെട്ട ശുശ്രൂഷ പൗരോഹിത്യവുമായി, പ്രാർത്ഥനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഒത്തിരിയേറെ പ്രതികരണങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ മരണം വളരെ വ്യക്തിപരമായ, ഒരു പക്ഷേ അധികം ചൂടാറാത്ത ഒരു അനുഭവം കൂടിയായിട്ട് മാറുകയാണ്. കാരണം പരിശുദ്ധ പിതാവ് ആശുപത്രിയിൽ പോകുന്നതിന് തൊട്ടു മുമ്പ്, ഒരുപക്ഷെ അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പേപ്പൽ ഓഡിയൻസ്. ഫെബ്രുവരി 12-ാം തീയതിയിലെ ആ പേപ്പൽ ഓഡിയൻസിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധ പിതാവിനോടൊപ്പം ഞാനും ആ പോഡിയത്തിൽ ഉണ്ടായിരുന്നു. അത് വളരെ നേരത്തെ അനൗൺസ് ചെയ്ത ഒരു പേപ്പൽ ഓഡിയൻസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പിതാക്കന്മാർ മാത്രമാണ് അവിടെ ആ പോഡിയത്തിൽ ഉണ്ടായിരുന്നത്. ബ്രസീലിന്റെ കർദിനാൾ സാവോ പാവ്ലോയുടെ കാർഡിനൽ ഷ്രേയർ തുടങ്ങി 6-7 പിതാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ പിതാവ് വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദേശം മറ്റൊരു വൈദികനാണ് വായിച്ചത്. എന്നാൽ ഞങ്ങൾ പിതാക്കന്മാരെ കാണുന്ന സമയത്ത് അദ്ദേഹം വളരെയേറെ ഒരു ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പുഞ്ചിരിയോടുകൂടെ ഞങ്ങളോട് സംസാരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. സിറോ മലബാർ സഭ 4 വർഷത്തെ ഗവേഷണ ഫലമായിട്ട് പുറത്തിറക്കിയ ആ ഒരു ചരിത്ര ഗ്രന്ഥം അദ്ദേഹത്തിന് എനിക്ക് സമ്മാനിക്കാനും സാധിച്ചു. തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത്. നമ്മൾ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു, പെട്ടെന്ന് ഇതാ പരിശുദ്ധ പിതാവിന്റെ ആ ഒരു ജീവിതം അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണോ എന്ന് നമ്മൾ കരുതി. എന്നാൽ പരിശുദ്ധ പിതാവിന്റെ ഈ അവസാനം പുറത്തിറങ്ങിയ ആ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ആ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആകത്തുക പ്രത്യാശയാണ്, ഹോപ്പ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു രോഗവും അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല, ഒരു വെല്ലുവിളിയും അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. ഈ പരിശുദ്ധ പിതാവിന്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കാലഘട്ടം നമുക്കറിയാം. സഭയെക്കുറിച്ച് വളരെ നിഷേധാത്മകമായ ചിന്തകള് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ഈ മാർപ്പാപ്പ വലിയ പ്രത്യാശയുടെ വാക്കുകളും സാന്നിധ്യവുമായിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത്. വളരെ പെട്ടെന്ന് അന്ധകാരം മാറി പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു വന്നതുപോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടം മുഴുവൻ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തെ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു എന്നുള്ളതാണ്.
അദ്ദേഹം തന്റെ ഈ ലോക ജീവിതത്തെ അത് മെത്രാനായി നിലയിലായിക്കൊള്ളട്ടെ, ഒരു ജെസ്യൂട്ട് പ്രൊവിൻഷ്യൽ എന്ന നിലയിലായിക്കൊള്ളട്ടെ, മാർപ്പാപ്പ എന്ന നിലയിലോ കർദിനാൾ എന്ന നിലയിലോ മാർപ്പാപ്പ എന്ന നിലയിലോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം തന്റെ ജീവിതത്തെ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും നാം ഇവിടെ ഒരു പ്രവാസിയാണെന്നുള്ള ചിന്തയോടുകൂടെ നോക്കിക്കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാസികളായിട്ട് ഈ ലോകത്തിൽ എവിടെയൊക്കെ വേദനിക്കുന്ന മനുഷ്യരുണ്ടോ അവരോടൊക്കെ അദ്ദേഹത്തിന് വലിയ അനുകമ്പയും ഉണ്ടായിരുന്നു. അദ്ദേഹം അവരോട് താതാത്മ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്നു. പലപ്പോഴും ഈ പ്രവാസ ലോകത്തെ വളരെ വർഗീയമായിട്ടൊക്കെ നോക്കിക്കാണുന്ന ഒരു പൊതുസമൂഹത്തില് അദ്ദേഹം പ്രവാസികളിൽ യേശുവിന്റെ മുഖം ദർശിച്ചു, തന്റെ തന്നെ മുഖം ദർശിച്ചു. പ്രവാസികളുടെ പുത്രനാണ് അദ്ദേഹം. പ്രവാസികളായ മാതാപിതാക്കൾക്ക് ജനിച്ച മകനാണ് അദ്ദേഹം. ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയ ഒരു അരക്ഷിതത്വത്തിന്റെ മധ്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ദമ്പതികൾക്ക് ജനിച്ച മകൻ എന്ന നിലയിലാണ് അദ്ദേഹം തന്നെ നോക്കിക്കണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അതിലൂടെ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം മുഴുവൻ പ്രവാസികൾക്ക് ഈ ലോകത്തിൽ ഒരു മഹത്വമുണ്ട്. അവര് ഈ ലോകത്തിന്റെ അതിർത്തികളിൽ കഴിയുന്നവരാ, അല്ലെങ്കിൽ അതിർത്തികൾക്കും അപ്പുറത്തേക്ക് തള്ളപ്പെടുമ്പോഴും അവര് വിലപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് സുവിശേഷത്തിലെ ഈശോയുടെ തന്നെ മനസ്സാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവര്, അതിരുകളിലേക്ക് തള്ളപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവരെ സ്പർശിക്കുകയും തൊട്ടുകൂടാത്തവരെ സ്പർശിക്കുകയും അകറ്റി നിർത്തേണ്ടവരെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ആ ഈശോയുടെ മനസ്സ്, ഹൃദയം, അതിന്റെ പൂർണ്ണതയിൽ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. ആ മനസ്സാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൂടെയും ഈ പേപ്പൽ മിനിസ്ട്രിയുടെ കാലഘട്ടത്തെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ, നിർവചിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. പിതാവേ, മറ്റൊരു കാര്യം, പാപ്പ ഇപ്പോൾ ഇസ്രായേൽ ഗാസ വിഷയത്തിലാണെങ്കിലും പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നമുക്ക് സമാധാനത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് വെച്ചാൽ ആരുടെയും പക്ഷം പിടിച്ചില്ല, സമാധാനത്തിൻ്റെ പക്ഷത്ത്. എന്ന് വെച്ചാൽ ഈ ഓരോ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും അങ്ങനെയുള്ള മതങ്ങൾക്കും അടക്കം പല സൈഡുകളും ഉണ്ടായിരുന്നു. പക്ഷേ കത്തോലിക്ക സഭയുടെ വിഷൻ വളരെ വ്യക്തമാണ്, സമാധാനത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നമ്മൾ നിൽക്കുകയുള്ളൂ. എല്ലാ വിഷയത്തിലും അങ്ങനെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പിതാവിന് എങ്ങനെയാണ് തോന്നുന്നത്, അത് ആ ഒരു സമാധാനത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ ഒരു പോക്ക്, പാപ്പയുടെ പോക്ക്, അത് എങ്ങനെയായിരുന്നു എന്നാണ് പിതാവിന് തോന്നുന്നത്? തീർച്ചയായിട്ടും സഭ എല്ലാ കാലഘട്ടത്തിലും മനസ്സാക്ഷിയുടെ സ്വരമായിട്ട് പൊതുസമൂഹം വിലയിരുത്തിയിരുന്നു. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസിലും പൊതുസമൂഹത്തിന്റെ വേദികളിലെല്ലാം പല ലോക നേതാക്കളും പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഓരോ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലും പ്രകടിപ്പിക്കുമ്പോഴും സഭയുടെ സ്വരം എപ്പോഴും വേറിട്ട് നിന്നിരുന്നു. കാരണം അത് പക്ഷം പിടിക്കാത്ത ദൈവത്തിന്റെ സ്വരമാണ്. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കുന്ന ദൈവത്തിന്റെ സ്വരമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഗാസ വിഷയത്തില് അത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് സമാധാനം തന്നെയായിരുന്നു വിഷയം. ഇസ്രായേലിന്റെ ഭാഗത്തോ ഗാസയുടെ ഭാഗത്തോ അല്ലെങ്കിൽ പലസ്തീന ജനതയുടെ ഭാഗത്തോ എന്നതിന് അപ്പുറത്ത് ഈ ജനതയുടെ സഹനമാണ് അദ്ദേഹത്തെ എപ്പോഴും അവരിൽ ഈശോയെ കാണാനായിട്ട് പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഒരു തീവ്രവാദികളോട് അതിന്റെ പുറകിൽ അനുരൂപപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേർന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു വിധത്തിലും നമുക്ക് അതിനെ അത്തരത്തിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തെ അത്തരത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം അദ്ദേഹം വേദനിക്കുന്ന മനുഷ്യന്റെ പക്ഷത്തായിരുന്നു. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം
പറഞ്ഞുകൊണ്ടിരുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം യുദ്ധമുള്ളിടത്ത് അസമാധാനമുണ്ട്. യുദ്ധമുള്ളിടത്ത് സഹിക്കുന്നത് യാതൊരു വിധത്തിലും ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കാത്ത, സ്വയം പ്രതിരോധിക്കാൻ സാധിക്കാത്ത കുട്ടികളും സ്ത്രീകളുമാണ്, രോഗികളാണ്. അതുകൊണ്ട് അദ്ദേഹം അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വരമായിട്ട് പ്രതികരിച്ചു. അന്താരാഷ്ട്ര തലത്തില് പല വിധത്തിൽ അദ്ദേഹം വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം താൻ പ്രതിനിധാനം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ സ്വരമായി മാത്രം അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു.